നമ്മുടെ സൺഡേ സ്കൂൾ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും സ്നേഹപൂർവമായ അഭിവാദനം. നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം വളരെ വിജയകരമായി മുന്നേറുന്നു എന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ഈ മഹാ സംരംഭത്തിൽ ഭാഗഭാക്കാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിനുവേണ്ടി അധ്വാനിക്കുന്ന രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും സൺഡേ സ്കൂളിൻ്റെ ഒഫീഷ്യൽസിനെല്ലാം ദൈവകൃപ സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ രണ്ട് പ്രധാന കാര്യങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങൾ അറിഞ്ഞതാണ്. ഒന്ന്, നമ്മുടെ സൺഡേ സ്കൂൾ ദിനം. രണ്ട്, മിഡ് ടേം എക്സാമിനേഷൻസ്. ഈ രണ്ട് കാര്യങ്ങളിൽ നമ്മുടെ എല്ലാം ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാകണം. പരീക്ഷ എന്നത് ജയിക്കാനും തോക്കാനുമുള്ള ഒരു സംവിധാനം അത്രമല്ലല്ലോ. നമ്മൾ പഠിക്കുന്നത് ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാനും അത് ഓർത്തെടുക്കാനും ചിന്തിക്കാനും പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു നല്ല അവസരമാണ് നമ്മുടെ പരീക്ഷ. അതുകൊണ്ട് ആരും പരീക്ഷയെ ഭയപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് ജയമോ തോൽവിയോ അല്ല ഇതിനകത്ത് കാര്യം. നമ്മൾ അറിയുക, അറിവ് വർദ്ധിപ്പിക്കുക, അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ ഈ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ പൊതുവെയുള്ള നാമം ജീസസ് കോൾസ് മീ എന്നതായിരുന്നുവെന്ന് എല്ലാവരും അനുസ്മരിക്കുമല്ലോ. ആ തലക്കെട്ട് നമുക്ക് വളരെ ആകർഷകമായി തോന്നണം. കാരണം ഈ സംരംഭത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് യേശു ക്രിസ്തുവാണ്. അദ്ദേഹം വിളിക്കുന്നു എന്നാണല്ലോ നമ്മുടെ ഈ ശീർഷകത്തിൻ്റെ അർത്ഥം. യേശു എന്നെ വിളിക്കുന്നു. ജീസസ് കോൾസ് മീ. I am so happy that my beloved students have been responding to that call, knowing full well that Jesus calls every one of them. I am also happy that the teachers have understood the meaning of our title, Jesus Calls Me, because they have also started enthusiastically responding to the call of Jesus Christ. I am also happy that the officials of the Sunday School have accepted this by responding positively to the call from Jesus Christ. So the call comes from Jesus Christ our Lord. Our duty is to respond sincerely, respond with love and a sense of responsibility. Sunday school is for all of us. It is like a life breath. We come into contact with the Bible, we come into contact with our worship, our Orthodox faith, the details of it, and the full meaning of being Orthodox. That is why, and that is how we respond to that loving, tender call from Jesus Christ.
Let us recognize the voice of Jesus, how he calls us amidst all kinds of noises around. Let us keep our ears open to listen to the call and voice of Jesus Christ. He is our teacher. Jesus Christ is making use of our teachers to speak to us so that we will listen to him. So he is calling, I repeat, Jesus Christ is calling every one of us, not only students, not only teachers, the whole church and the whole world. നമുക്ക് ആ ശബ്ദം കേൾക്കാനായി കാതോർക്കാം, അതിനോട് പ്രതികരിക്കാം, ക്രിയാത്മകമായി, സന്തോഷമായി, സ്നേഹത്തോടെ, ഉത്സാഹത്തോടെ. ആ ഉത്സാഹം ഇത് കേവലം ഒരു സെക്യുലർ പഠന പദ്ധതി പോലെയല്ല. ഇത് നമ്മുടെ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും മനനത്തിൻ്റെയും ഭാഗമാണ് സൺഡേ സ്കൂൾ പഠനം എന്ന് ഗ്രഹിക്കാം. വളരെ ഭംഗിയായി ഇത് മുമ്പോട്ട് പോകട്ടെ. സാധാരണ പോലെയുള്ള സൺഡേ സ്കൂൾ ക്ലാസ് പഠനം പുനഃസ്ഥാപിക്കപ്പെടുന്നത് വരെ നമുക്ക് ആവോളം ഭംഗിയായും ക്രിയാത്മകമായി ഈ പ്രോഗ്രാം മുമ്പോട്ട് കൊണ്ടുപോയേ മതിയാകുള്ളൂ. ഇതിലെല്ലാവരുടെയും സഹകരണം വേണം. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും വേണം. നമ്മുടെ പുതിയ സൺഡേ സ്കൂൾ സിലബസ് അനുസരിച്ച് ആരാധനാ കാര്യങ്ങളിലും മറ്റും കുട്ടികൾക്ക് പങ്കാളിത്തവും ഉത്സാഹവും ഉണ്ടാകത്തക്കവണ്ണം ആണ് പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് ഇതിനകം എല്ലാവർക്കും ബോധ്യമായി കാണും. കേവലം കുറേ പാഠങ്ങൾ പഠിച്ച് പരീക്ഷ പാസ്സാകുക എന്നുള്ളതല്ല. നമുക്ക് സഭയോടും സഭയുടെ നാഥനോടുമുള്ള അടുപ്പവും സ്നേഹവും കടപ്പാടും വർദ്ധിപ്പിച്ചു കൊണ്ടുവരുവാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാൻ ഒരു മുഖാന്തരമായി നമ്മുടെ സൺഡേ സ്കൂൾ തീരട്ടെ. നമുക്കെല്ലാം കാതോർക്കാം. യേശു ക്രിസ്തു വിളിക്കുന്നു. ജീസസ് കോൾസ് മീ and he is calling me and you. Let us learn to respond to that call of Jesus Christ. May God bless you all. Thank you very much. Grant me, Lord, in thy mercy, a spotless heart all untainted, but my life has gone awry because of my countless sins. Listen to my pleas, renew thy right spirit within me. He who makes all things holy by thy grace, sanctify me. Renew thy Holy Spirit in me, Lord, thou merciful. Let him show me, Lord, thy will and abide in a clear
എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമസ്തേ. എൻ്റെ പേര് ജിജി തോംസൺ. ഞാൻ നിങ്ങളെപ്പോലെ ഒരു സൺഡേ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന ആളാണ്. 10 ക്ലാസ് ഒരു സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, തിരുവനന്തപുരത്ത്. ഇപ്പോൾ വീണ്ടും സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയിരിക്കുന്നു. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാൻ ഇന്ന് നിങ്ങളോടൊരു കഥ പറയാം. ഈ കഥ വേദപുസ്തകത്തിലുള്ള കഥയാണ്. ഇത് പഴയ നിയമത്തിലുള്ള കഥയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വായിച്ചിരിക്കാൻ മിക്കവാറും സാധ്യതയില്ല. ഈ കഥ ഏത് ഭാഗത്തെന്നറിയാമോ? രാജാക്കന്മാരുടെ പുസ്തകം. 2 പുസ്തകമുണ്ട്. 1 രാജാക്കന്മാർ, 2 രാജാക്കന്മാർ. രാജാക്കന്മാരുടെ 2 പുസ്തകങ്ങളുണ്ട്. അതിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കഥയാണിത്. ഞാൻ ആ കഥ മുഴുവൻ വേദപുസ്തകത്തിൽ നിന്നും വായിക്കുന്നില്ല. കഥ അങ്ങ് പറയാം, അതല്ലേ എളുപ്പം. ഈ ഇസ്രയേലിൽ ഒരു യുവരാജാവ് ഉണ്ടായിരുന്നു. കഷ്ടിച്ച് 16-17 വയസ്സ്. 16-17 വയസ്സുള്ളപ്പോൾ തന്നെ രാജാവായി. അപ്പൊ അദ്ദേഹത്തിന് വലിയ പരിശീലനമൊന്നുമില്ല, പരിചയമില്ല, എക്സ്പീരിയൻസ് ഇല്ല. അദ്ദേഹത്തെ പരിശീലിപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു എലീശ. വലിയ പ്രവാചകനായിരുന്നു. അദ്ദേഹമാണ് യുവരാജാവിന് വേണ്ട മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഈ എലീശ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിന്റെ മെന്റർ ആയിരുന്നു. MENTOR, മെന്റർ. അദ്ദേഹം രാജാവൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എലീശ പ്രവാചകൻ വയസ്സായി. അദ്ദേഹം മരണക്കിടക്കയിലായി. അത് കണ്ട് യുവരാജാവ് ഒത്തിരി സങ്കടപ്പെട്ടു. അദ്ദേഹം മരിച്ചു പോയാൽ പിന്നെ ആരാണ് എന്നെ വഴി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് അദ്ദേഹത്തിന്റെ കട്ടിലിന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് കരയാൻ തുടങ്ങി. അപ്പൊ എലീശ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ അമ്പും വില്ലും എടുക്ക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, കിഴക്കേ കിളിവാതിൽ തുറക്ക് എന്ന് പറഞ്ഞു. കിഴക്കേ കിളിവാതിൽ തുറന്നു. എന്നിട്ട് പറഞ്ഞു, അമ്പെയ്യുക എന്ന് പറഞ്ഞു, ഷൂട്ട് എന്ന് പറഞ്ഞു. ഉടനെ യുവരാജാവ് ഉന്നം വെച്ച് അതിൽ കൂടി ആ കിളിവാതിലൂടെ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, നിന്റെ അമ്പെടുത്ത് നിലത്തടിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ യുവരാജാവ് ഈ അമ്പെടുത്ത് 3 പ്രാവശ്യം താഴെ അടിച്ചു. 1, 2, 3 എന്നിട്ട് അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പൊ എലീശ പ്രവാചകന് ദേഷ്യം വന്നു. എടുത്ത് പറഞ്ഞു, നിന്നോട് ഞാൻ 3 പ്രാവശ്യം അടിക്കണം എന്നല്ലല്ലോ പറഞ്ഞത്. നീ എന്തിനാണ് 3 പ്രാവശ്യം അടിച്ചിട്ട് നിർത്തിയത്? നീ 3 പ്രാവശ്യം അടിച്ചു നിർത്തിയത് കൊണ്ട് നീ ശത്രുക്കളെ 3 പ്രാവശ്യമേ തോൽപ്പിക്കുകയുള്ളൂ. നീ ഒരുപാട് പ്രാവശ്യം അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. ഇതാണ് കഥ. ഇതിലൊരു വലിയ തത്വം അടങ്ങിയിട്ടുണ്ട്. എന്താണെന്നോ നോക്കൂ. പെർസിവറൻസ് എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഒരുമ്പെട്ടാല് അത് വിജയിക്കുന്നത് വരെ അതിന്റെ പിന്നാലെ പോകണം. അത് ചെയ്തുകൊണ്ടേയിരിക്കണം, ജയിക്കുന്നത് വരെ. അതാണ് പെർസിവറൻസ് എന്ന് പറഞ്ഞാൽ. നിർബന്ധ ബുദ്ധി എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറയാം. അപ്പൊ ഇതേപോലെ ഒരു കഥ നമ്മുടെ കർത്താവും പറഞ്ഞു തന്നിട്ടുണ്ട്, ഒരു ഉപമ. അത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലുള്ള ഒരു കഥയാണ്, ഒരു ഉപമയാണ്. അതെന്തെന്നറിയാമോ? ഒരു ദിവസം ഒരാളുടെ വീട്ടില് അയാളുടെ ഒരു സ്നേഹിതൻ ചെന്നു. അർദ്ധരാത്രിയിലാണ് ചെന്നത്. ചെന്നു കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് വലിയ വിഷമായി. കാരണം സ്നേഹിതൻ അർദ്ധരാത്രിയിൽ വന്നിരിക്കുക, കഴിക്കാനൊന്നുമില്ല, കൊടുക്കാനൊന്നുമില്ല. അപ്പൊ എന്ത് ചെയ്തെന്നറിയാമോ? തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ നെയ്ബറിന്റെ അടുത്ത്, അയൽവാസിയുടെ അടുത്ത് ചെന്ന് രാത്രിയിൽ ചെന്ന് മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ സ്നേഹിത, എനിക്കൊരു 3 അപ്പം കടം തരുമോ? എനിക്ക് അർദ്ധരാത്രിയിൽ എനിക്കൊരു അതിഥി വന്നു, കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. ഒരു 3 അപ്പം എനിക്ക് വായ്പയായിട്ട് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ വീട്ടിലുള്ള അയൽവാസി പറഞ്ഞു, അയ്യോ, ഇപ്പൊ രാത്രിയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തരുതേ, ഞാനിതാ എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്ന് ഉറങ്ങാൻ, എനിക്ക് എഴുന്നേറ്റ് വരാൻ വയ്യ എന്ന് പറഞ്ഞു. പക്ഷെ ഈ ആതിഥേയൻ എന്ത് ചെയ്തു? അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. യാതൊരു ഒരു വിഷമവും കൂടാതെ അദ്ദേഹം ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരുന്നു. എന്ന് വെച്ചാല് എന്താ പറയുക, ഷെയിംലെസ് ആയിട്ട് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ഒരുപാട് ഷെയിംലെസ് ആയിട്ട് ലജ്ജിക്കാതെ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേ ഇരുന്നത് കൊണ്ട്, അയ്യോ സ്നേഹിത, പ്ലീസ് ഞാൻ ഒന്ന് കേൾക്കൂ, എനിക്ക് ആ 3 അപ്പം ഒന്ന് തരാമോ, പ്ലീസ് പ്ലീസ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ മറ്റേ ആൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ്, ശല്യം സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് 3 അപ്പം വായ്പ കൊടുത്തു. ഇതാണ് കഥ. അപ്പൊ ഇതാണ് കർത്താവ് പറഞ്ഞത്. ഇതുകൊണ്ട് എന്നിട്ട് കർത്താവ് വളരെ ഫേമസ് ആയിട്ടുള്ള 3 കാര്യം പറഞ്ഞു. എന്താണ്?
യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കപ്പെടും. Ask, it will be given to you. Seek and you will find it. Knock and it will be open to you. ഇതാണ് പറഞ്ഞത്. വളരെ വളരെ പ്രശസ്തമായ 3 വാക്യങ്ങളാണ്. നോക്കൂ, ഈ വാക്യത്തില് മൂന്ന് ക്രിയാപദങ്ങളുണ്ട്. ഏതൊക്കെയാ? ആസ്ക്, സീക്ക്, നോക്ക്. ആസ്ക് ചോദിക്കുക, സീക്ക് അന്വേഷിക്കുക, നോക്ക് മുട്ടുക. എല്ലാം പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? യു ഷുഡ് കീപ് ഓൺ ആസ്കിങ്, യു ഷുഡ് കീപ് ഓൺ സീക്കിങ് ആൻഡ് യു ഷുഡ് കീപ് ഓൺ നോക്കിങ്. അപ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ നാം ചോദിച്ചുകൊണ്ടേയിരിക്കണം, നാം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം, നാം നോക്ക് ചെയ്തുകൊണ്ടേ മുട്ടിക്കൊണ്ടേയിരിക്കണം. ഇതാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടുന്ന വിഷയം എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ജീവിത വിജയം ഉണ്ടാകണമെങ്കിൽ പെർസിവറൻസ് ഉണ്ടാവണം. അതാണ് കർത്താവ് പറഞ്ഞത്. ലജ്ജ കൂടാതെ ഒരു ഷെയിംലെസ് ആയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പൊ കർത്താവിനോട് നിങ്ങൾക്കൊരു ആഗ്രഹം പറയണമെങ്കിൽ ഒരിക്കൽ പ്രാർത്ഥിച്ചു പോരാ, അത് ചോദിച്ചുകൊണ്ടേയിരിക്കണം, മുട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു ദിവസം അത് തുറന്നു തരും. അങ്ങനെ ഒരു പെർസിവറൻസ് ഉണ്ടായി ജീവിതത്തിൽ വിജയം വരിക്കാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സഹപ്രവർത്തകരെ, കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ സൺഡേ സ്കൂൾ ദിനം കൊണ്ടാടുകയും പഠനവും പഠിപ്പിക്കലും എന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ചിന്തിക്കണം എന്നാഗ്രഹിക്കുന്നത് യൂണിറ്റ് 4 ലെസൺ 3 ലേണിംഗ് എയ്ഡ്സ്. അമ്മൻ അവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. എയ്ഡ്സ് എന്ന് കേട്ടപ്പോഴാണ്. എയ്ഡ്സ് എന്നൊരു രോഗത്തിൻ്റെ പേരുമുണ്ട്. പക്ഷെ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് പഠിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ, പഠന സഹായികൾ എന്നുള്ള രീതിയിലാണ്. പഠന സഹായികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അധ്യാപകന്റെ ആവശ്യമില്ല. ഏറ്റവും വലിയ പഠന സഹായി, കുട്ടികൾ പഠിക്കുന്നതിന് ഏറ്റവും അധികം സഹായിക്കുന്ന ആള് അധ്യാപകൻ തന്നെയാണ്. ഹി ഈസ് അൺഡൗട്ടഡ്ലി ദ ബെസ്റ്റ് എയ്ഡ് ടു ലേൺ. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അധ്യാപകൻ യേശുദമ്പുരാൻ തന്നെയാണ്. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച 12 ശിഷ്യന്മാര്, അവരിൽ നിന്ന് പഠിച്ചവര് ലോകം മുഴുവൻ സഞ്ചരിച്ച് കർത്താവിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും അങ്ങനെ
2000 വർഷങ്ങൾ കൊണ്ട് ലോകചരിത്രത്തെ AD എന്നും BC എന്നും കീറി മറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മഹാനായ ഗുരു യേശുദമ്പുരാൻ തന്നെയാണ്. അധ്യാപകൻ തൻ്റെ അംഗവിക്ഷേപങ്ങൾ കൊണ്ട്, തൻ്റെ ശബ്ദം കൊണ്ട്, തൻ്റെ നിശബ്ദത കൊണ്ട് പല രീതിയിൽ ക്ലാസ്സിൽ കുട്ടികളെ സ്വാധീനിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കിപ്പിക്കുകയും ചെയ്യും. ഒരു പരിശുദ്ധൻ യേശുദമ്പുരാനെ പറ്റി പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ മുഖം കാണുന്നവര് പിന്നെ എന്നോട് ക്ഷമിക്കണമേ എന്ന്, തന്നോട് ക്ഷമിക്കണമേ എന്ന് അവനോട് പറയേണ്ട ആവശ്യമില്ല. ക്ഷമ റിഡ് ലാർജ് ഓൺ ഹിസ് ഫേസ്. അവനെ കണ്ടവരാരും എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാതെ തന്നെ അവനോട് ക്ഷമിച്ചതായിട്ട് അവർക്ക് മനസ്സിലാവും. വീണ്ടും നമ്മൾ യേശുദമ്പുരാനെ കുരിശിക്കാനായിട്ട് സന്നിധി വിധിക്കാനായിട്ട് സന്നിധി സംഘത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന് കുറച്ചു മുമ്പായിട്ട് തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യൻ പത്രോസ് ഒരു പീക്കിർ പെണ്ണിന്റെ അടുത്ത് യേശുദമ്പുരാനെ തള്ളി പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവനെ ഞാൻ അറിയുന്നില്ല. വീണ്ടും അവൾ പറയുന്നുണ്ട്, അവന്റെ കൂടെയുള്ള ആളായിരുന്നു, അവനെ ഞാൻ അറിയുന്നില്ല. മൂന്നാമതും പത്രോസ് ശ്ലീഹ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് ഉച്ചത്തിൽ പറയുമ്പോൾ യേശുദമ്പുരാൻ അത് വഴി പോവുകയും പത്രോസിനെ നോക്കുകയും ആ നോട്ടം ഏറ്റവും വലിയ മാനസാന്തരം അവന്റെ മനസ്സിലുണ്ടാക്കുകയും ചെയ്തു. പാപിയും പതിതനുമായ പത്രോസ്, പാതാള ഗോപുരങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത കർത്താവിന്റെ ശിഷ്യൻ, സഭയുടെ നെടുന്തൂണായ പത്രോസായി മാറുന്നത് ഈ മഹാഗുരുവിന്റെ ഈ നോട്ടം കൊണ്ടാണ്. ഏതായാലും അധ്യാപകനാണ് പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെങ്കിലും അവനെ സഹായിക്കാനായിട്ട് ഇന്നത്തെ പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രീയത്തിന്റെ വളർച്ചയിൽ കുറേയധികം കാര്യങ്ങൾ, കുറേയധികം സാമഗ്രികൾ, ടൂൾസ്, എയ്ഡ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ ശ്രമിക്കുമ്പോൾ നമ്മുടെ പുസ്തകത്തിൽ ജോസഫ് വെബ്നർ എന്ന് പറയുന്ന ഒരാൾ പറയുന്നത് 5 സെൻസസ് നമുക്ക് പഠിക്കാനായിട്ട് സഹായിക്കുമെന്നാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഈ പ്രധാനപ്പെട്ട അവയവങ്ങൾ നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാനായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. ഒന്ന് കണ്ണ്, പിന്നെ ചെവി, മൂക്ക്, നാക്ക്, സ്പർശം. നിങ്ങൾക്കറിയാം, കണ്ണ് കാണാൻ വയ്യാത്ത ഒരാള് ആനയെ കണ്ടിട്ട് അതിനെ തൊട്ടു നോക്കിയിട്ട് ഇത് ആന ഉരല് പോലെയാണെന്ന് പറയും. തുമ്പിക്കൈ തൊട്ടിട്ട് ആന പടവലങ്ങ പോലാണെന്ന് പറയും. തൊട്ടു നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പൊ ഈ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ കാണാനായിട്ട് സഹായിക്കും. ഞാന് ഇന്ന് നമ്മുടെ പുസ്തകത്തില് വീണ്ടും പറഞ്ഞിരിക്കുന്നത് എറിക് ആഷ്ബി എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ പറയുന്നത്, വിദ്യാഭ്യാസത്തില് മൗലികമായ മനുഷ്യന്റെ പഠന പ്രക്രിയയില് മൗലികമായ വ്യത്യാസം ഉണ്ടാക്കിയത്, വിപ്ലവകരമായ വ്യത്യാസം ഉണ്ടാക്കിയത് 4 കാര്യങ്ങളാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞ് വിപ്ലവം എന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇൻകുലാബ്, വിപ്ലവം. ഇവിടെ വിപ്ലവം ഉദ്ദേശിക്കുന്നത് ഡ്രാസ്റ്റിക് ചേഞ്ച്, വളരെ വലിയ വ്യത്യാസം, പെട്ടെന്നുള്ള വ്യത്യാസം ഉണ്ടാക്കിയത് 4 കാര്യങ്ങളാണ്. ഒന്ന്, സ്കൂൾ സമ്പ്രദായം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്കൂളിൽ വിദ്യാഭ്യാസം തുടങ്ങിയതോടുകൂടിയാണ് പഠനം സിസ്റ്റമാറ്റിക്കായിട്ട്
നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൃത്രിമമായിട്ട് മനുഷ്യൻ പഠിക്കാനായിട്ട് തുടങ്ങിയത്. അത് മനുഷ്യന്റെ വിദ്യാഭ്യാസത്തിന് വളരെ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത് പുസ്തകങ്ങൾ. ഒരു യേശുബ്രാന്റെയൊക്കെ കാലത്ത് ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് സാധനങ്ങളാണ്. മല തൊലിയിൽ എഴുതിയ പുസ്തകമാണ്. ഒരു ബൈബിള് വളരെ അപൂർവമായിട്ട് കാണുകയുള്ളൂ. അത് പൊക്കിക്കൊണ്ടു പോകണമെങ്കിൽ 2 പേര് വേണം. പക്ഷെ ഇന്ന് പുസ്തകങ്ങൾ പല സൈസിലും തരത്തിലുണ്ട്. അത് നമ്മളെ പഠിക്കാനായിട്ട് സഹായിക്കും. മൂന്നാമതായിട്ട് ചിത്രങ്ങൾ, മാപ്സ്, ലാബ് എക്യുപ്മെന്റ്സ്, ഇവയുടെയൊക്കെ കണ്ടുപിടുത്തങ്ങൾ പഠനത്തെ വളരെ സഹായിച്ചു. നാലാമത് അദ്ദേഹം പറയുന്നത് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, കമ്പ്യൂട്ടർ, മൊബൈല്, TV, ഈ സാധനങ്ങളെല്ലാം പഠനത്തെ വളരെയധികം സഹായിക്കുന്നുണ്ട്. നമ്മൾ പഠന സഹായികളെ പറ്റി പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്നത് ചിത്രങ്ങളാണ്. മഹാത്മജിയെ പറ്റി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ ആ മഹാത്മജിയുടെ ചിത്രം നമ്മുടെ മുമ്പിൽ അർത്ഥനഗ്നനായി നിൽക്കുന്ന ഗാന്ധിജിയുടെ ആ ചിത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോൾ ഗാന്ധിജിയെ പറ്റിയ ഒരു രൂപം നമുക്ക് കിട്ടും. ഗ്ലോബ്, ഭൂമിയുടെ ഗ്ലോബ് ചിത്രം, യേശുദമ്പുരാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഞാൻ ബാംഗ്ലൂരിലെ ഒരു ECC എക്യുമെനിക്കൽ ക്രിസ്ത്യൻ സെന്ററിലെ ഒരു വർക്ക്ഷോപ്പിന് പോയപ്പോൾ യേശുദമ്പുരാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടം. യേശുദമ്പുരാൻ ചിരിക്കുവോ എന്ന് എനിക്ക് അന്ന് ആദ്യമൊക്കെ ഒരു സംശയം തോന്നി. ചിരിക്കുന്ന ഒരു പടം ഞാൻ ആളുകളെല്ലാം കൂടെ വേശ്യ സ്ത്രീ ആണെന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലാനായിട്ട് വന്നപ്പോൾ നിങ്ങള് കുറ്റം ചെയ്യാത്തവൻ അവിടെ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്ന് പറയുമ്പോൾ പ്രമാണികളായിട്ടുള്ളവരെ, സമൂഹത്തിലെ മുഖ്യരായിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് കല്ല് താഴെ വീഴുന്ന ഒരു ചിത്രം എൻ്റെ മനസ്സിൽ, ഒരു സിനിമയിലെ ഒരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. നമ്മുടെ മനസ്സിലത് കാണുമ്പം ചിരി വരുന്നു. യേശുദമ്പുരാൻ ഒരു യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്തുകൊണ്ട് എവനാണ് സ്വർഗത്തിലെ വലിയവൻ എന്ന് പറയുമ്പോൾ ശിഷ്യന്മാരൊക്കെ അന്തം വിട്ട് നോക്കുമ്പോൾ ഒരുപക്ഷെ നിഷ്പക്ഷനായിട്ട് നോക്കുന്ന ഒരാൾക്ക് മനസ്സിൽ ചിരി തോന്നും. ഞാൻ പറഞ്ഞു വരുന്നത് ചിത്രങ്ങൾ നമ്മുടെ പഠനത്തിന് വളരെയധികം സഹായിക്കും. ഫിലിംസ്, യേശുദമ്പുരാനെ പറ്റിയുള്ള ഫിലിംസ് ഉണ്ട്. അതിൻ്റെ കഷ്ടാനുഭവങ്ങളെ പറ്റിയുള്ള ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ഒരു സഭാ മേലധ്യക്ഷൻ പറഞ്ഞതായിട്ട് വായിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. ഇത് സംഭവിച്ചത് ഇതുപോലെ തന്നെയാണ്. യേശുദമ്പുരാന്റെ ക്രൂശമരണവും കഷ്ടാനുഭവവും ഇതുപോലെ തന്നെയായിരുന്നു. മറ്റൊരു രീതിയിൽ നമുക്ക് പഠിക്കാൻ സഹായിക്കുന്നത് പുസ്തകങ്ങളാണ്. എന്ത് കാര്യങ്ങളെ പറ്റി, വേദപുസ്തകത്തെ പറ്റി, വേദപുസ്തകം മാത്രമല്ല അതിനെപ്പറ്റി എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ. വേദരത്നാകരം കേരള സർക്കാർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. നമ്മുടെ സഭ ഒരു എൻസൈക്ലോപീഡിയ മോഡലുള്ള ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. വേദപുസ്തക ഭാഷ്യം എന്ന് പറഞ്ഞ ഒരു പുസ്തകം തിരുവല്ലയിലെ CLS ഇറക്കിയിട്ടുണ്ട്. നമ്മുടെ തിരുവേദി പല പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ തീസിസ് പരിശുദ്ധന്മാരായിട്ട് വിഷണറീസ് കണ്ട നമ്മുടെ 3 പേര്, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച 3 പേരെ പറ്റി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ചിത്രം
അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം മിസ്റ്റിക് സൈൻസ്. എനിക്ക് തോന്നുന്നു 12ാം ക്ലാസ് പഠിക്കുന്ന നമ്മുടെ എല്ലാ കുട്ടികളും ആ പുസ്തകം കണ്ടെത്തി വായിക്കണം. ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം, പിന്നെ മോഡലുകൾ ഇതുപോലെയൊക്കെയുള്ള ധാരാളം എയ്ഡ്സ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കും, യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് താഴ്ന്ന ക്ലാസ്സുകളിൽ ഇത് വളരെയധികം ഉപകരിക്കും. വലിയ ക്ലാസ്സുകളിലും ഭൂമി ഉരുണ്ടതായിട്ടുള്ളതിൻ്റെ സ്പേസിൽ നിന്നെടുത്തിട്ടുള്ള ആകാശത്ത് ചന്ദ്രൻ പോയി നിന്നുകൊണ്ട് ഭൂമിയുടെ ചിത്രം എടുത്തപ്പോൾ ഭൂമി ചെറിയ ഒരു ഫുട്ബോൾ പോലെ കാണുന്നതായിട്ട് നമ്മൾ കണ്ടപ്പോൾ നമ്മൾ അന്തം വിട്ടുപോയി. ഭൂമി ഉരുണ്ടതാണെന്നുള്ളതിന് പിന്നെ യാതൊരു തെളിവും നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ എയ്ഡ്സ് എല്ലാം നമുക്ക് ഈ ആധുനിക കാലത്ത് നമുക്ക് പഠിക്കാനുള്ള സഹായങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അധ്യാപകനാണ് വലിയ സഹായി എങ്കിലും അധ്യാപകന് ഈ എയ്ഡ്സ്, ഈ ഉപകരണങ്ങൾ വളരെയധികം സഹായിച്ച്, ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ധാരാളം കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. അധ്യാപകൻ പലവിധമായ രീതിയിൽ കാര്യങ്ങളെ കുട്ടികൾക്ക് മനസ്സിലാക്കിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കുട്ടികളെ പറ്റി നമ്മൾ ഒരു കാര്യം പറഞ്ഞു, എല്ലാവരും പഠിക്കണം എന്ന് പറയുന്നത് പലപ്പോഴും പല കുട്ടികളും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. സ്റ്റുഡൻസ് ലൈക്ക് ടു ലേൺ ബട്ട് ദേ നെവർ ലൈക്ക് ടു ബി ടോട്ട്. കുട്ടികൾക്ക് പുതിയ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ അത് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പല കുട്ടികൾക്കും അതിനോട് അത്ര അധികം ഇഷ്ടമില്ല. hate to be taught by others. ഏതായാലും സൺഡേ സ്കൂൾ കാലഘട്ടത്തില് വേദോത്സവത്തെ സംബന്ധിച്ചും ദൈവനമ്പുരാനെ സംബന്ധിച്ചും ഒക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് നമുക്കത് ആർജിച്ചെടുക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം പരിമലയിലെ ധ്യാനപ്രസംഗം നടത്തിക്കൊണ്ട് യൗസേബ്യസ് തിരുമേനി പറഞ്ഞു, മാലാഖ ദൈവമാതാവിന്റെ അടുത്ത് വരുമ്പോൾ കുറെ അധികം അറിവുകൾ, കൃപകള് ദൈവമാതാവ് ആർജിച്ചിരുന്നു എന്ന്. ധാരാളം കഴിവുകൾ ആർജിച്ച ദൈവമാതാവിന്റെ അടുത്ത് ദൈവത്തിന്റെ മഹാകൃപ മാലാഖ കൊടുത്തു എന്ന്. എനിക്ക് തോന്നുന്നു ദൈവം തമ്പുരാൻ ധാരാളം കൃപകൾ നമുക്ക് തരും, പക്ഷേ അത് തരുന്നതിന് നമുക്ക് സഹായമായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളാൽ കഴിയുന്ന കഴിവ് കൊണ്ട് നമ്മൾ ആർജിക്കുക കുറേയധികം കഴിവുകൾ, നല്ല ശീലങ്ങൾ, സ്നേഹം, മറ്റുള്ളവരെ നമ്മളെ പോലെ സ്നേഹിക്കാൻ, ഇതെല്ലാം നമ്മുടെ എളിയ ശ്രമങ്ങൾ കൊണ്ട് ആർജിക്കാൻ സാധിക്കും. കുറേ കഴിവുകൾ ആർജിക്കുക. എബ്രായ ഭാഷയില് കൃപകൾ ആർജിക്കുക എന്നുള്ള അർത്ഥം ഉണ്ടെന്നുള്ള രീതിയിൽ തിരുമേനി സംസാരിച്ചു കൊണ്ടിരുന്നു. മാതാവ് ആർജിച്ച കൃപകൾ ഉണ്ടായിരുന്നു. മാതാവിന്റെ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് തയ്യാറാകുന്ന ഈ ദിവസങ്ങളിൽ, ആഘോഷിച്ച ഈ ദിവസങ്ങളിൽ നമ്മളും അത് ചിന്തിക്കുന്നതാണ്. ഈ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ ഈ കഴിവുകൾ പഠനത്തിലൂടെ ആർജിച്ചിട്ട് നല്ല കാര്യങ്ങൾ ഈ ലോകത്തിൽ ചെയ്ത് വലിയ കൃപകൾ നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവനമ്പുരാന്റെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. ജീവിതത്തില് വലിയ നല്ല നേട്ടങ്ങൾ നമ്മൾ നേടുമ്പോഴും, നല്ല ജീവിതത്തിന്റെ നല്ല കാലത്ത് ആ നേട്ടങ്ങൾ നമ്മൾ നേടുമ്പോഴും ജീവിതാവസാനം വരെ ഈ നേട്ടങ്ങൾ നമ്മുടെ മനസ്സിൽ സന്തോഷവും ആനന്ദവും നൽകും. സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹം ക്രിക്കറ്റിനോട് വില പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, താൻ സെഞ്ചുറി അടിക്കാനായിട്ട് പോകുമ്പോൾ
ലാസ്റ്റ് 4 6 ഒക്കെ അടിക്കണം എന്നുള്ള ആഗ്രഹത്തില് 100-നോട് അടുത്തു വരുമ്പോൾ ശിഷ്യന്മാര് തന്റെ ഫാൻസ്, തന്നെ ജീവിതകാലം മുഴുവൻ എൻകറേജ് ചെയ്തിട്ടുള്ള കാണികൾ സച്ചിൻ എന്ന് പറയുന്ന ആരവം തന്റെ ജീവിതാന്ത്യം വരെ തന്റെ മനസ്സിന് സന്തോഷം നൽകുന്നു. നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ച് വൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടി ആ ജീവിതം നമ്മളെ സന്തോഷകരമായ ജീവിതമാക്കാൻ ദൈവത്തമ്പുരാൻ സഹായിക്കാൻ, ദൈവത്തമ്പുരാന്റെ കൃപകൾ വലിയ രീതിയിൽ ലഭിച്ച് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാൻ നമുക്കും സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ ഗുണകരമായ രീതിയിൽ ജീവിക്കാൻ നമ്മുടെ ഈ സൺഡേ സ്കൂൾ പഠനം സഹായിക്കട്ടെ എന്നും ഈ പഠന സഹായികളും സർവോപരി അധ്യാപകനും നമ്മുടെ ഗുരുഭൂതരും നമ്മളതിനെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നെ കേട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി നിരവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമാ നവധിയായി സ്തോത്രം നാഥ, കൃപ വേണം ഞങ്ങളിലെന്നും. എന്റെ കർത്താവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. ആയിരങ്ങളുടെ ആയിരവും അളവ് കൂടാതെ നിനക്ക് സ്തുതി. ഗുഡ് മോർണിംഗ്. സുഖം തന്നെയല്ലേ? എല്ലാവരും എന്ത് പറയുന്നു? തന്നുവിട്ട പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നില്ലേ? മഴയൊക്കെ എങ്ങനെ, വെള്ളമൊക്കെ പൊങ്ങുന്നുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഇല്ലാന്ന് വിചാരിക്കുകയാണല്ലേ? എല്ലാവരും പേടിച്ചിരിക്കുകയായിരിക്കും അല്ലേ? നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിൽ എന്തായിരുന്നു നമ്മൾ ഓർത്തത്? നോൺ ഡീറ്റെയിൽഡ് പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾ പ്രാർത്ഥനയെ പറ്റി പഠിച്ചു കഴിഞ്ഞു. പ്രാർത്ഥന എങ്ങനെ, എത്ര തരം, ഏത് രീതിയിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം അല്ലേ? അങ്ങനെ ഓരോരോ ഘടകങ്ങൾ, അതിൻ്റെ ആന്തരിക സ്വഭാവങ്ങൾ എങ്ങനെ, പ്രതീകങ്ങളുണ്ടോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. ആദ്യത്തെ പാഠത്തിൽ നമ്മളത് നോക്കി. രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചേ? മാമോദീസ. ആദ്യമായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ അല്ലെങ്കിൽ തുടക്കമാണ് അല്ലേ? ഏറ്റവും വലിയ ഉദാശയായ മാമോദീസയെ പറ്റി നോക്കി. മാമോദീസയിൽ എന്തൊക്കെയായിരുന്നു, അതിൻ്റെ ചടങ്ങുകൾ എന്തൊക്കെ, എത്രയൊക്കെ ക്രമമുണ്ട്, ആ ക്രമം ആരാണ് നമുക്ക് തന്നത്, ആരാന്ന് ഓർമ്മയുണ്ടോ? ഭാരപ്രായ അല്ലേ? അപ്പം അങ്ങനെ അത് നമ്മൾ നോക്കി. മാമോദീസയുടെ കാര്യങ്ങളെല്ലാം നോക്കി അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട ഉദാശയായ മാമോദീസയെ പറ്റി നമ്മൾ നോക്കി. ഇനിയിപ്പം നമുക്ക് നോക്കാനുള്ളത് അടുത്ത 2ആണ്. വിവാഹം പിന്നെ പട്ടത്വം. ഓരോ ഉദാശകളെ പറ്റിയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ വിവാഹം, പട്ടത്വം, അത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത 2 ഇതായിട്ട്. ആദ്യം പഠിച്ചതൊക്കെ മറന്നുപോയോ, ചോദ്യങ്ങളൊക്കെ ഉത്തരം എഴുതി കൊടുത്ത് കാണും എന്ന് വിചാരിക്കുകയാണ്. വീണ്ടും സദൈവയിലെ ചോദ്യോത്തരങ്ങൾ പറഞ്ഞേക്കാം. ആദ്യമേ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ അതിൻ്റെ ഉത്തരവായിട്ട് എളുപ്പം അങ്ങ് പറഞ്ഞേക്കും, ഒട്ടും സമയം കളയുന്നത് കേട്ടോ. ക്രിസ്തു മൂലക്കല്ലായ ഭവനത്തിന്റെ തൂണുകൾ ആരെല്ലാമാണെന്നാണ് ചോദിച്ചിരുന്നത് കേട്ടോ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. പിന്നെ യേശു ക്രിസ്തു സഭയെ സ്ഥാപിച്ചതിന്റെ കാരണം എന്താണ്? എന്തിനാണ് യേശു ക്രിസ്തു സഭയെ സ്ഥാപിച്ചത് എന്നായിരുന്നു ഒരു ചോദ്യം. എന്തിനായിരുന്നു? നിത്യരക്ഷയിലേക്ക് സർവരെയും നയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 4-ാം നൂറ്റാണ്ടിലെ പാത്രിയർക്ക സിംഹാസനങ്ങൾ ഏതൊക്കെയായിരുന്നു? 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന പാത്രിയർക്ക സിംഹാസനങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നായിരുന്നു അടുത്ത ചോദ്യം. യെരുശലേം, റോം, കുസ്തന്തീനോപ്പോലിസ്, അലക്സാന്ദ്രിയ, അന്ത്യോക്യ.
പിന്നെ ആരാണ് ഓർത്തഡോക്സ് സഭാ സ്ഥാപകൻ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക തോന്നിക്കാണും അല്ലേ? പൗരസ്ത്യ അല്ലെങ്കിൽ അന്ത്യോക്യ അല്ല അപ്പോസ്തോലിക സഭയെ പറ്റി പഠിച്ചതുകൊണ്ടാണ് ആ ചോദ്യങ്ങളെല്ലാം അവിടെ വന്നത് കേട്ടോ. നമ്മുടെ കർത്താവിനാൽ തന്നെ അത് സ്ഥാപിച്ചു എന്ന് നമുക്ക് പറയാമല്ലോ, സ്ഥാപിക്കപ്പെട്ടു. പിന്നെ അനുതാപത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന പഴയ നിയമത്തിലേത്? ഏറ്റവും നമ്മളെപ്പോഴും കുർബാനയിലും പ്രാർത്ഥനയിലും എല്ലാം എപ്പോഴും ആവർത്തിച്ച് ഉപയോഗിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതേതാണെന്നായിരുന്നു ചോദ്യം. 51 സങ്കീർത്തനം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പിന്നെ വിശുദ്ധ വേദപുസ്തകത്തിലെ ശ്രേഷ്ഠ പൗരോഹിത്യ പ്രാർത്ഥന ഏതാണ്? ശ്രേഷ്ഠ പൗരോഹിത്യ പ്രാർത്ഥന ഏതാണ്? അതും എല്ലാവർക്കും അറിയാം, നമ്മളെപ്പോഴും ചൊല്ലുന്നതാണ് അല്ലേ? കർത്തൃ പ്രാർത്ഥന. കൂദാശകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ ഏതാണ്? മാമോദീസയെ പറ്റിയായിരുന്നു പഠിച്ചത്. എപ്പോഴായാലും ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശ മാമോദീസ. ആദ്യമായിട്ട് എടുക്കുന്നതാണ് അല്ലേ? ഒരാൾ ജനിക്കുമ്പോൾ ആദ്യമായിട്ട് കിട്ടുന്നത്. പിന്നെ 3 കൂദാശകൾ ചേർന്നാണ് ആ കൂദാശ നടത്തപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാം കൊണ്ടും ആവർത്തിക്കപ്പെടാത്തതായിട്ടുള്ളതാണ് ഈ കൂദാശ. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കൂദാശയാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിവാഹ കൂദാശ. കൂദാശ ക്രമം എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ അത്യാവശ്യം വേണം എന്നുള്ളതാണ്. നേരത്തെ 11ാം ക്ലാസ്സിൽ നമ്മളെല്ലാം പഠിച്ചതാണ്. വിവാഹം ഏത് രീതിയിലായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ 11ൽ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പം ഇനി കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. കൂദാശയുടെ ക്രമം എന്ത്, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൂദാശയിൽ എന്താണ് വിവാഹത്തിൽ, അതാണ് നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ നോക്കുന്നത്. അതിൽ വിവാഹ കൂദാശ ശരിക്കും പറഞ്ഞാൽ ഏതനിൽ സ്ഥാപിച്ചതാണ് വിവാഹ കൂദാശ അല്ലേ? 32:18 പറയുന്നത് ഏതൻ സ്ഥാപിച്ചതാണ്. പിന്നെ വിവാഹം എന്ന് പറയുന്നത് മാന്യമാണ്, പിന്നെ ലോക നിലനിൽപ്പിന് വേണ്ടിയുള്ള അത്യന്താപേക്ഷിതമാണ്. വിവാഹം ലോക നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വിവാഹം എന്ന് പറയുന്നത് ശരിക്കും ഒരു ഉടമ്പടിയല്ല. നമ്മുടെ രീതിയിലനുസരിച്ച് പറയുവാണെങ്കിൽ ഉടമ്പടിയല്ല, പക്ഷെ അതൊരു കൂദാശയാണ്. വിവാഹം ഒരു കൂദാശയാണ്. ദൈവിക വരദാനമുള്ളവർക്ക് അല്ലെ കൃപാവരം ലഭിച്ചവർക്ക് മാത്രമേ അത് 30, 60, 100 മേനിയായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ ദൈവം യോജിപ്പിച്ചവനെ മനുഷ്യൻ വേർതിരിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട്. പഴയ നിയമകാലത്തൊന്നും വിവാഹമോചനം എന്നില്ല. മോശ പറയുന്നുണ്ട്, എന്താ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം മാത്രം സമ്മതിച്ചു കൊടുത്തു മോശ അല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിവാഹമോചനത്തിൻ്റെ ആവശ്യം വരുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം വിവാഹം എന്ന് പറയുമ്പം കൂദാശ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാൻ വേണ്ടി. പിന്നെ ഇനി കുറച്ച് നിബന്ധനകളൊക്കെ വേണം. ആ കൂദാശ അനുഷ്ഠിക്കാൻ കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. നമ്മുടെ സഭ അല്ലെങ്കിൽ അനുശാസിക്കുന്ന നിബന്ധനകൾ എന്തൊക്കെ? 2 കുഞ്ഞുങ്ങളും, അതായത് വിവാഹത്തിനുള്ള 2 പേരും സഭ അംഗങ്ങളായിരിക്കണം എന്നുള്ളതാണ് 1ാമത്തെ നിബന്ധന. പിന്നെ കാനൂനുകൾ അനുശാസിക്കുന്ന അന്തരം വേണം. വിവാഹത്തിന് ആൾക്കാരെ തിരഞ്ഞെടുക്കുന്ന ഉടനെ നിയമപരമായിട്ട് നമ്മൾക്ക് പറയുന്നത് ലേവ്യ പുസ്തകത്തിൽ കർത്താവ് വിളിച്ച് വേർതിരിച്ച ജനമാണ് അല്ലേ? അവനെ സ്തുതിപ്പാനായിട്ട് അല്ലെങ്കിൽ പൗരോഹിത്യ വർഗത്തിലേക്ക് വിളിച്ച് എടുത്ത ജനത്തിന് കൊടുത്തേക്കുന്ന നിയമങ്ങളാണ്. ലേവ്യ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇന്നതൊന്നും പാടില്ല, ഇന്നതൊന്നും പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അതുപോലെ കാനൂനികമായി അനുശാസിക്കുന്ന അന്തരമുള്ളതായിരിക്കണം വിവാഹത്തിന് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ സ്വന്തം ഇഷ്ടത്താൽ എല്ലാ വിധത്തിലും ഒരുങ്ങി വേണം വിവാഹത്തിന് തയ്യാറെടുക്കാൻ. പിന്നെ സഭ നിർദ്ദേശിച്ചിട്ടുള്ള ദിവസങ്ങളിലായിരിക്കണം വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. ഇതൊക്കെയാണ് ചെറിയ നിബന്ധനകളായിട്ട് നമുക്കിവിടെ സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും പറ്റില്ല എന്നുകൊണ്ട് നമ്മുടെ നോയമ്പ് സമയങ്ങളിൽ പറ്റില്ല, കാനൂനിക നോയമ്പുകളുടെ സമയങ്ങളിൽ പറ്റില്ല, ബുധൻ വെള്ളി എന്നുള്ള ദിവസങ്ങളിൽ പറ്റില്ല. ഇതൊക്കെയാണ് പൊതുവായിട്ടുള്ള നിബന്ധനകൾ. പിന്നെ വിവാഹത്തെ പറ്റി പറയുമ്പോൾ പള്ളിയിൽ അല്ലെങ്കിൽ ഈ കുദാശയ്ക്ക് തൊട്ട് മുന്നേ തന്നെ അടുത്ത ചടങ്ങായിട്ടാണ് വരുന്നത്. ഒരു വിളിച്ചു ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഒരാഴ്ച മുന്നേ 2 കൂട്ടരും എല്ലാം ഉറപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും പള്ളിയിലൊന്ന് വിളിച്ചു ചൊല്ലും. എന്തിനാണ്? ഈ കല്യാണത്തിന് സാമൂഹികമായ അംഗീകാരം കിട്ടാൻ. ആർക്കെങ്കിലും എന്തെങ്കിലും കാനൂനിക തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് അച്ഛനെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞ് പരസ്യമായിട്ട് വിളിച്ചു ചൊല്ലും. അപ്പോൾ അത് ആലോചിച്ച് നോക്കിയാൽ എത്ര മാന്യമായിട്ട് എല്ലാവരോടും ചോദിച്ച് സാമൂഹികമായിട്ട് നമ്മൾ അംഗീകാരം എടുത്തിട്ടാണ് ഈ ഒരു കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നതെന്ന് ഓർക്കണം. അപ്പം അതാണ് വിളിച്ചു ചൊല്ലുന്നത് നമ്മൾ അതിന് പറയില്ലേ. ഒരു 2 ആഴ്ച പണ്ടൊക്കെ 2-3 ആഴ്ച ചൊല്ലുമായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ സമയമില്ലല്ലോ, അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും നമ്മൾ വിളിച്ചു ചൊല്ല് നടത്താറുണ്ട് ഇല്ലേ. അതിനർത്ഥം ഇതാണ്. പിന്നെ അതാണ് ഒരു നിബന്ധന. അതിനൊരു തുടക്കത്തിന് വേണ്ടി ഇത്രയാണ്. പിന്നെ ഈ കൂദാശയുടെ ക്രമം എന്ത്?
ആകെ രണ്ട് വലിയ ദീർഘമാണ്. കല്യാണം ഒരു 1.5 മണിക്കൂറുണ്ടെങ്കിലും എളുപ്പം പറഞ്ഞു പോവാണ്. കൂദാശയുടെ ക്രമം എന്ന് പറയുന്നത് 2 ക്രമമേ ഉള്ളൂ. ഒന്ന് മോതിരം വാഴ്വിൻ്റെ ക്രമവും 2 കിരീടം വാഴ്വിൻ്റെ ക്രമവും. ഈ മോതിരം വാഴ്വിൻ്റെ ക്രമം ആകെ 2 ക്രമം ഇല്ലേ, എളുപ്പം തീർന്നു കല്യാണം. ആ മോതിരം വാഴ്വിൻ്റെ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ആ ഒരു ക്രമത്തിൽ ഇപ്പോൾ കുമ്പസാരിച്ച് കുർബാനയൊക്കെ കൊണ്ട് അറിയാലോ, കല്യാണത്തിന് വധുവും വരനും ഹൈക്കലാട് അവിടെ വന്ന് നിൽക്കുകയാണ്. അവരെ എല്ലാ രീതിയിലും ദൈവ പൈതങ്ങളായി സഭ അനുശാസിക്കുന്ന എല്ലാം അംഗീകരിച്ച് എല്ലാവരുടെയും സമ്മതത്തോടെ സമൂഹത്തിൻ്റെയും വീട്ടുകാരുടെ എല്ലാം അംഗീകാരത്തോടെ വന്ന് നിൽക്കുക കുഞ്ഞുങ്ങൾ അല്ലേ. അവർക്ക് ഇനി നമ്മൾ ആ കൂദാശ കൊടുക്കാൻ പോകുന്നു. ആ കൂദാശയിൽ ആദ്യത്തെ ക്രമം മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഉറപ്പ് അല്ലേ. മോതിരം എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ട് അച്ഛന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇത് വലിയൊരു ചടങ്ങാണ്. ചടങ്ങെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സ്ഥാനക്കയറ്റം അല്ലേ, ഒരു കുടുംബത്തിൻ്റെ രാജാവിൻ്റെ ആജ്ഞയോ അല്ലെങ്കിൽ ഒരു പുതിയ യൂണിറ്റ് ആയിട്ട് തുടങ്ങാൻ പോകുന്നു. ഇവർക്ക് അതിന് വേണ്ടിയ നൽവരങ്ങൾ ഒരുപാട് വേണം. അതിന് അച്ഛന് കാർമ്മികൻ പ്രാർത്ഥിക്കുന്നു, അവർ പ്രാർത്ഥിക്കുന്നു, അതേപോലെ അവരുടെ മാതാപിതാക്കളും വന്ന സമൂഹങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ടാണ്, എല്ലാവരുടെയും സമ്മതം ചോദിച്ചിട്ടാണ് അതിൻ്റെ ഒരു ഉറപ്പിന് പ്രാർത്ഥനയോടുകൂടി അച്ഛൻ 2 പേരുടെയും കയ്യിൽ മോതിരം ഇട്ട് കൊടുക്കുന്നു. അതോടെ ഉറപ്പിക്കുകയാണ് ഇതിന് സാമൂഹികമായി. അപ്പോൾ അതാണ് ഒന്ന് മോതിരം വാഴ്വിൻ്റെ ക്രമം. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും അതൊക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. വികാരഭരിതമല്ലാത്ത ഐക്യവും ഉണ്ടായിരിക്കണം. പിന്നെ ശരീരത്തിലും ആത്മാവിലും നിർമ്മലത സംരക്ഷിക്കുവാൻ ദൈവകൃപയ്ക്കായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. എല്ലാവരും അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിയോ, പള്ളിയിലൊക്കെ അടങ്ങി നിൽക്കണം, അച്ഛൻ പറയും തലേന്ന് തുണിയിട്ട് പ്രാർത്ഥിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ആ ഒരു അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. അത് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരണം, അവരുടെ ജീവിതം ശുഭകരമായിരിക്കണം എന്ന് സമൂഹവും അച്ഛനും അതിൻ്റെ മാതാപിതാക്കളും ഒക്കെ ചേർന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇത് നടത്തുന്നത് കേട്ടോ. സഭ മുഴുവൻ ദമ്പതികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ടാണ് ഈ മോതിരം വാഴ്ത്തി ഇട്ട് കൊടുക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ക്രമം എന്ന് പറയുന്നത് കിരീടം വാഴ്വിൻ്റെ ക്രമം. ശരിക്കും കല്യാണം എന്ന് പറഞ്ഞാൽ അതാണ്. കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയാണ് വിവാഹ കുദാശ എന്ന് പറയുന്നതെന്ന് പറയാം കേട്ടോ. ഇപ്പം നമ്മൾ പാടില്ല, ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ ദയചെയ്തിടൻ. അങ്ങനെ എല്ലാവരും എൻ്റെ അബ്രഹാമിനോട് സാറ എപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആ പാട്ടിൻ്റെ ഇമ്പം നമ്മുടെ പിതാക്കന്മാരെ ക്രോഡീകരിച്ച് ക്രമം നൽകി എല്ലാവർക്കും വേണ്ടി അവരെ പോലെ ദേവാ ദയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നത് അല്ലേ, അടുത്ത ഘട്ടത്തിലേക്ക് കയറുന്നത്. പിന്നെ എഫേസ്യർ 5-ാം അധ്യായത്തിലെ ലേഖനങ്ങളാണ്. അതായത് ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ രഹസ്യാത്മക ബന്ധം, അതിനെ ആസ്പദമാക്കിയാണ് അവിടുത്തെ വായനകളെല്ലാം. ബന്ധത്തോട് തുല്യമായിട്ടാണ്, ഭാര്യാഭർത്ത ബന്ധത്തോടെയാണ് അതിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു രഹസ്യമാണെന്നൊക്കെ പറഞ്ഞ് വായിച്ച് കേട്ടിട്ടില്ലേ. ആ ഒരു ബന്ധത്തിൽ വെച്ചിട്ടാണ് ആ വായനകളെല്ലാം എഫേസ്യർ 5-ാം അധ്യായം എടുക്കുന്നത്. പിന്നെ ക്രിസ്തീയ കുടുംബം ദൈവം യോജിപ്പിക്കുന്നത് ക്രൈസ്തവ കുടുംബം എന്നും വിവാഹ ബന്ധത്തിന് വരം ലഭിച്ചവർക്ക് മാത്രമായിരിക്കണം. അത് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അതോടെ കിരീടം വാഴ്വിൻ്റെ അറിയാം ഇല്ലേ, 2 പേർക്കും കിരീടം വാഴ്ത്തി അച്ഛനമാല ഇട്ട് കൊടുക്കുന്നു അല്ലെ കാർമ്മികൻ ഇട്ട് കൊടുക്കുന്നു. അതായത് ക്രിസ്തുവും സ്വന്തം ജീവനെ കൊടുത്തിട്ടാണ് ത്യാഗപൂർവ്വം മുൾക്കിരീടം എന്ന് വിചാരിച്ച് ഇത് മുൾക്കിരീടമാണെന്നും അങ്ങനെയൊന്നും അല്ല നമ്മൾ ചിന്തിക്കുന്നത്. അത്രമാത്രം ആ സ്നേഹത്തിന് വലിപ്പമുണ്ട് അല്ലേ. സ്വന്തം ജീവനെ കൊടുത്തിട്ടും അത് സ്വായത്തമാക്കിയ ആ ഒരു എന്താണ് തമ്മിലുള്ള സാമ്യം, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ അതിനെ കണക്കാക്കപ്പെടുന്നത് കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് ആ കിരീടം വാഴ്ത്തി 2 പേരും രാജാവിൻ്റെ ആജ്ഞയൊക്കെ ആക്കി പുതിയ യൂണിറ്റിലേക്ക് അല്ലെ സ്വർഗരാജ്യത്തിലേക്ക് അതിൻ്റെ കുഞ്ഞു പതിപ്പുണ്ടാക്കി എടുക്കാനായിട്ട് ഒരുക്കുന്നു. ആണ് വിവാഹ ശുശ്രൂഷ. പിന്നെ ഉള്ള ഒരു കുഞ്ഞു ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പൂർവികർ ബ്രാഹ്മണന്മാർ ആയിരുന്നു ഇല്ലേ, കൺവേർട്ട് ചെയ്ത് വന്നതായതുകൊണ്ട് നമ്മുടെ ഹൈന്ദവ പാരമ്പര്യത്തിലെ ഒരു ആചാരം നമ്മൾ കടമെടുത്തിട്ടുണ്ട്. നമ്മുടേതല്ലാത്ത അല്ലെങ്കിൽ പ്രാദേശികമായ ഒരാചാരം, അതാണ് മിന്നുകെട്ട് അല്ലെങ്കിൽ താലികെട്ട് എന്ന് പറയും. മിന്ന് അറിയാമല്ലോ, മിന്നിനെ പറ്റിയൊന്നും കൂടുതൽ പറയുന്നില്ല. മിന്ന് കെട്ടുന്ന ആചാരം അങ്ങനെ നമ്മൾ നമ്മുടെ ഇതിലേക്ക് കടമെടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ മൂടുപടം അണിയിക്കുക,
കിരീടം വാഴ്ത്തി മിന്നുകെട്ടി പിന്നെ മൂടുപണം അണിയിച്ച് കൊടുത്തിട്ടാണ് മണവാളിനെ ഏൽപ്പിക്കും. രണ്ടുപേരുടെ അച്ഛൻ അല്ലെ കാർമ്മികൻ കൈ പിടിപ്പിച്ച് ഏൽപ്പിച്ച് കൊടുക്കും ഇല്ലേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് തന്നെയാണ്. രണ്ടുപേരും തമ്മിൽ പരസ്പരം കൈ ഏൽപ്പിച്ചു. ഇനി നിങ്ങൾ ചെയ്യുന്നതിനൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് അച്ഛൻ അവസാനം പറയില്ലേ എന്ന് പറയുന്നത്. അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇതാണ് വിവാഹത്തിൻ്റെ ഒരു ക്രമം. പുനർവിവാഹം, രണ്ടാം വിവാഹം. നമുക്ക് അറിയാം, ശരിക്കും ഒരു പുനർവിവാഹം നമ്മൾ അനുവദനീയമല്ല. ശരിക്കും പങ്കാളി മരിച്ചുപോയി അത്യാവശ്യം എന്ന് കരുതി ഘട്ടങ്ങളിൽ മാത്രം സമ്മതിച്ചിരുന്നതാണ് പുനർവിവാഹം അല്ലെ രണ്ടാം വിവാഹം. ഒരു വിവാഹം മാത്രമേ നമ്മൾ അനുവദനീയമായിട്ടുള്ളൂ. എന്നാലും ഈ കൂദാശയും ആവർത്തിക്കപ്പെടാത്തത് കൊണ്ട് വിവാഹത്തിൻ്റെ കൂദാശയായിട്ട് അത് നടത്തുന്നില്ല. അതിന് പകരം അനുതാപത്തിൻ്റെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയാണ് ആ രണ്ടാം വിവാഹം നടത്തുന്നത്. അതിൻ്റെ ആ ക്രമം പറഞ്ഞു എന്ന് മാത്രം. ആദ്യത്തെ ക്രമത്തിനകത്തുനിന്ന് ഈ ക്രമമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അതിൽ മൂടുപടം ധരിപ്പിക്കും, മിന്നുകെട്ടും, കൈപിടിക്കും. അത് മൂന്നും ചെയ്യും. ഈ അനുതാപത്തിൻ്റെ അല്ലെങ്കിൽ വലിയ നോമ്പിലെ ശുഭകോന ശുശ്രൂഷയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പ്രാർത്ഥനകൾ ഉപയോഗിച്ചിട്ടാണ് രണ്ടാം വിവാഹത്തിലേക്ക് നടത്തുന്നത്. പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്നവർക്ക് നമ്മൾ ആ ക്രമം പറഞ്ഞു. അതായത് ആദ്യ വിവാഹ കൂദാശ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഔട്ട്ലൈൻ ഇത്രയേ ഉള്ളൂ. വിവാഹം എന്ന് ചിന്തിക്കുക. ആ വിവാഹത്തിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, നിബന്ധനകളുണ്ട്. ആ നിബന്ധന ശ്രദ്ധിക്കുന്നു. പിന്നെ ആ കൂദാശ നടത്തുന്നതിന് മുമ്പ് സാമൂഹികമായി ഉള്ള ഇതിന് വേണ്ടിയിട്ട് വിളിച്ചു ചൊല്ലുണ്ട്. പിന്നെ 2 ക്രമമുണ്ട്. ആ ക്രമത്തിൽ എന്തൊക്കെ ചെയ്യുന്നു, പിന്നെ മിന്നുകെട്ട്, കൈപിടിക്കൽ. അതോടെ വിവാഹത്തിൻ്റെ ആ ക്രമം തീർന്നു ഇല്ലേ. അത് കഴിഞ്ഞ് പുനർവിവാഹത്തെ പറ്റി പറഞ്ഞു. അതിങ്ങനെ വേണം, ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ. അതിൻ്റെ ക്രമങ്ങളും എന്തുവാണെന്ന് എളുപ്പം പറഞ്ഞു. പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് കയറുന്നവർക്ക് ആശീർവാദം പോലെ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലേ. വൈകാരികതയ്ക്ക് ഉപരിയായി ആത്മീയവും മാനസികവുമായ പക്വത ദമ്പതികൾക്കുണ്ടായിരിക്കണം. പിന്നെ 2 സംസ്കാരങ്ങളുടെ അല്ലെ 2 സംസ്കാരങ്ങളുടെ ഒന്നായി തീരുന്നതാണ്. അപ്പോൾ സ്നേഹത്തിനവിടെ വലിയ വില കൊടുത്തില്ലെങ്കിൽ അതിന് പല പല ബുദ്ധിമുട്ടുകളുണ്ടാകും. സാമ്പത്തികമായി തന്നെ അന്തരങ്ങളുണ്ടെങ്കിൽ ഈ സ്നേഹബന്ധത്തിന് അത് ഉലച്ചിൽ തട്ടാൻ ഇടവരുത്തരുത്. പിന്നെ അതേപോലെ സ്നേഹമാണ് ദമ്പതികളെ ഒന്നിപ്പിക്കുന്ന ഘടകം എങ്കിലും സ്നേഹവും ത്യാഗവും കരുതലും ഒക്കെ അടങ്ങുന്നതാണ് എന്ന് വിചാരിച്ച് ഇപ്പോൾ പങ്കാളിയെ മാത്രം സ്നേഹിക്കുക, ബാക്കിയുള്ളവരെ തഴയുക, ആ ഒരു രീതിയൊന്നും പാടില്ല. അവരവർക്ക് അർഹിക്കുന്ന സ്ഥാനം കൊടുത്ത് എല്ലാവരെയും സ്നേഹിച്ച് ഒന്നിച്ച് കൂട്ടുകുടുംബമായി അല്ലെങ്കിൽ ഒന്നിച്ച് എല്ലാവരെയും അംഗീകരിച്ച് മുന്നേറുന്നത് തന്നെ ആയിരിക്കണം നമ്മുടെ വിവാഹ ആശീർവാദത്തിൽ പറയുന്ന പോലെ തന്നെ എല്ലാവരും. അത്രയാണ് വിവാഹം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിനോടനുബന്ധിക്കുന്ന 2 ചോദ്യങ്ങളൂടെ എളുപ്പം ചോദിച്ചേക്കാം അല്ലേ. ഏതനിൽ വെച്ച് സ്ഥാപിക്കപ്പെട്ട കൂദാശയാണെന്ന് പറഞ്ഞു. ചോദ്യം പറയട്ടെ, വിവാഹ കൂദാശയ്ക്ക് എത്ര ശുശ്രൂഷകളുണ്ട്? അവ ഏതെല്ലാം അറിയാം, നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. 2, മോതിരമാഴ്വിൻ്റെ ശുശ്രൂഷ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? മോതിരമാഴ്വിൻ്റെ ശുശ്രൂഷ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? പിന്നെ സാക്ഷാൽ വിവാഹ കൂദാശ ഏത്? 3ാമത്തെ ചോദ്യമാണ് കേട്ടോ. പിന്നെ നമ്മുടെ വിവാഹ കൂദാശയിൽ നടത്തുന്ന ഭാരതീയ ആചാരം. സിമ്പിൾ, എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഇത് നോക്കാം നമുക്ക്. അടുത്ത കൂദാശ എന്ന് പറയുന്നത് പട്ടംകുടയാണ്. പട്ടംകുട കണ്ടിട്ടുണ്ടോ എല്ലാവരും? വല്ലപ്പോഴെങ്കിലും അല്ലെങ്കിൽ ടിവിയിലോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ഇനി വരുമ്പോൾ ഇത് പഠിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടെ കാണുന്നുണ്ട്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ കൂദാശയുടെ ക്രമം എന്താണെന്നാണ്. ഈ കൂദാശയുടെ പ്രത്യേകത ഇല്ലേ. പട്ടംകുട ശുശ്രൂഷ എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വിശുദ്ധ ജനമായ ഇസ്രായേൽ മക്കൾക്കിടയിൽ നിന്ന് പ്രത്യേകിച്ച് കുറച്ച് പേരെ വിളിച്ച് വേർതിരിച്ച് പൗരോഹിത്യ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് വേർതിരിക്കുന്നുണ്ട്. അപ്പം തിരുവചനത്തിലും കൂദാശ കർമ്മങ്ങളിലും തിരുസഭയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയാണ് ദൈവിക വരം ലഭിച്ചവരെ വിളിച്ച് വേർതിരിക്കപ്പെട്ടത്. ഇവരെ ശുദ്ധീകരിച്ച് ക്രിസ്തുവിൻ്റെ രൂപകളായി അല്ലെ പ്രതിനിധികളായി എല്ലാ ദിവ്യ രഹസ്യങ്ങളെയും ചെയ്യാനുള്ള പ്രാപ്തിയാക്കി വിടുന്നു. അതാണ് ഈ ശുശ്രൂഷയിൽ, പട്ടംകുട ശുശ്രൂഷയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിളിക്ക് യോഗ്യമായ രീതിയിൽ നടക്കുന്നത്. പൗരോഹിത്യം എന്ന് പറയുന്നത് ആവർത്തിക്കപ്പെടുന്ന ഒരു കൂദാശ അല്ല കേട്ടോ. ഇതെന്നേക്കുമായിട്ട് ലഭിക്കുന്ന ഒരു കൂദാശയാണ്. പൗരോഹിത്യം ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്ന കൂദാശയാണ്. പൗരോഹിത്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച കൂദാശയാണ്. അതായത് തുടങ്ങിയത് അവിടെ നിന്നാണ്.
ക്രിസ്തു തന്നെ 12 പേരെ വിളിച്ചു. ക്രിസ്തുവിൻ്റെ കൂടെ ഒരുപാട് അനുയായികളും ശുശ്രൂഷകരും ഒക്കെ ഉണ്ടെങ്കിലും ഇതിന് ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഓരോരുത്തർക്കായിട്ട് ഒരു സ്വർഗരാജ്യം കെട്ടുപണിയാന്ന് പറഞ്ഞ മാതിരി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനങ്ങനെ നിയന്ത്രണം വേണം എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ കാണുന്നുണ്ട് 12 പേരെ വിളിച്ച് തിരഞ്ഞെടുക്കുന്നുണ്ട്. അനേകം ആൾക്കാരുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശ്ലീഹന്മാരുടെ മേൽ ഊതി അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ 12 പേർക്ക് കൈവെപ്പ് കൊടുക്കുകയാണ്, പരിശുദ്ധാത്മാവ് ദാനം നൽകി കൊടുക്കുന്നതാണ് യോഹന്നാൻ. പിന്നെന്ത് ചെയ്തു? ഷെമ്മാശന്മാരെ 7 ഷെമ്മാശന്മാരെ തിരഞ്ഞെടുക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തിയിട്ട് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അതൊരു ചടങ്ങാണ് അല്ലേ, ഷെമ്മാശന്മാരെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആര് ചെയ്തതാ? അന്ന് മുതലേ ഉണ്ടായിരുന്നതാണ് അല്ലേ. പിന്നെ അവരിൽ ഷെമ്മാശന്മാരിൽ പ്രധാനി ആരാന്നറിയാലോ? അതൊക്കെയാണ് ഇടയ്ക്ക് ഡാഷൊക്കെ ഇട്ട് ചോദിക്കാൻ പറ്റിയ ചോദ്യങ്ങളാണ് കേട്ടോ. കർത്താവ് തൻ്റെ സ്ലീഹന്മാർക്ക് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള അധികാരങ്ങൾ നൽകുവാണ് അല്ലേ. കെട്ടപ്പെടുന്നതൊക്കെ സ്ലീഹന്മാരെ പിതാക്കന്മാരിൽ നിന്ന് കർത്താവിൽ നിന്ന് സ്ലീഹന്മാരിൽ നിന്ന് പിതാക്കന്മാരിൽ നിന്ന് മേൽപ്പട്ടക്കാർ. അങ്ങനെ അതാണ് അപ്പോസ്തോലിക പാരമ്പര്യം ഉള്ളവർക്ക് ഇത് ഇങ്ങനെ കൈവഴിയായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഈ കൈവപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പൗലോസ് ലീഹ തിമോത്തിയോസിനോട് പറയുന്നത് എൻ്റെ കൈവപ്പ് 2 തിമോത്തിയോസ് 1:6 പറഞ്ഞേക്കാണ്, എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള ദൈവപ്രസാദം കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കൈവപ്പിൻ്റെ പ്രാധാന്യം പറയാൻ വേണ്ടിയാണ് ആ വാക്ക് എടുത്തത്. അപ്പോൾ കൈവപ്പ് നൽകി തൻ്റെ പിൻഗാമി അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ആയിട്ട് ആൾക്കാരെ കൂട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. മൂപ്പന്മാരോട് കൈവപ്പോടുകൂടി പ്രവചനത്തിൽ വരം ലഭിച്ചതായിട്ട് അല്ലെങ്കിൽ കൃപാവരം ലഭിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം ഈ പട്ടത്വം അല്ലെ നമ്മൾ ആ കൂദാശയെ പറ്റിയാണ് ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ പറഞ്ഞതേ ഉള്ളൂ. ഈ കൂദാശയിൽ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ പാഠത്തിൽ നോക്കുന്നത് അല്ലേ. പട്ടത്വ കൂദാശയിൽ ഈ പൗരോഹിത്യ സ്ഥാനികൾ, ഇപ്പം നമ്മുടെ സഭ എടുത്തു നോക്കിയാൽ പൗരോഹിത്യ സ്ഥാനികൾ എങ്ങനെ ഇപ്പം ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരാണ്. മാലാഹമാരുടെ ബന്ധമാണ്. നിങ്ങൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചത് 8 പഠിച്ചതാണല്ലോ. എത്ര തരം മാലാഹമാരുണ്ട്, ഗണമുണ്ടായിരുന്നു ഇല്ലേ. എത്ര ഗണമുണ്ടായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ? 10 ഗണമുണ്ട്. അതിലൊരു ഗണം മാറ്റി അങ്ങനെ 9 ഗണമുണ്ട് അല്ലേ. ആ 9 ഗണം അതിനോട് താരതമ്യപ്പെടുത്തി പറഞ്ഞെന്ന് മാത്രം പുറത്തുള്ളതാണ്. 3 തരമായിട്ട് തിരിക്കാം. മെയിനായിട്ട് 3ആയിട്ട് തിരിച്ചാൽ ഏതൊക്കെയാണ് അല്ലേ? എപ്പിസ്കോപ്പ, കശീശ, ഷെമ്മാശൻ. അപ്പം 3ആയിട്ട് നമ്മൾ തരംതിരിക്കുന്നു. പൗരോഹിത്യ സ്ഥാനികൾ നമ്മൾ സഭ വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. എപ്പിസ്കോപ്പ, കശീശ, ഷെമ്മാശൻ. എപ്പിസ്കോപ്പ എന്ന് പറഞ്ഞാൽ അറിയാലോ, തിരുമേനിമാരെ. എപ്പിസ്കോപ്പ എന്ന് പറയുന്നത് എല്ലാ കൂദാശയും നടത്താനുള്ള അധികാരമുള്ള ആൾക്കാരാണ്. അപ്പം മുകളിൽ നിന്നാണ്, ഹൈറാർക്കിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പം എല്ലാ കൂദാശകളും നടത്താനുള്ള അധികാരമുള്ളവരാണ്. അപ്പം ആ ഓരോ ഗണത്തിലും 3 ആൾക്കാരെ ഒന്ന് കണ്ടുപിടിച്ചാൽ ഇത് 9 ഗണമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. കാതോലിക്ക, പാത്രിക്കീസ്, അല്ലെങ്കിൽ അതിന് സ്ഥാനം അനുസരിച്ച് ഇവിടെ 3 പേര്. പിന്നെ അടുത്തത് കശീശ എന്ന് പറയും അല്ലേ, അച്ഛന്മാർ. കശീശ എന്ന് പറയുന്ന മൂപ്പൻ, സഭാഭരണം നടത്താനുള്ളത്. എപ്പിസ്കോപ്പ മൂപ്പൻ എന്നർത്ഥമുള്ള സുറിയാനി പദം, ഗ്രീക്ക് രൂപത്തിലെ പ്രസ്ബിറ്റർ എന്നാണ്. അപ്പം അങ്ങനെ ഇടവകയുടെ ഭരണം നടത്താൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തേക്കുന്നവരാണ് കശീശ എന്ന സ്ഥാനം. ഈ കശീശയിലെ 3 ഗണം എന്ന് പറഞ്ഞാൽ കശീശന്മാരുടെ ഗണത്തിൽ പെടുന്നതാണ്. പണ്ട് എപ്പിസ്കോപ്പന്മാർക്കൊക്കെ എണ്ണം കുറവാണ് അല്ലേ, ആൾക്കാർ കുറവായിരുന്ന സമയങ്ങളിൽ കശീശന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനം, കൂടുതൽ കാര്യം, ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങളിൽ ഒരുപാട് നോക്കി നടത്താനായിട്ടുണ്ടായിരുന്ന സമയങ്ങളിൽ കോർപ്പിസ് കോപ്പ സ്ഥാനം കൊടുക്കുമായിരുന്നു. പിന്നെ റംബാൻ, അതെന്ന് പറയുന്നത് അവർ കല്യാണം കഴിക്കാത്ത സന്യസ്തരാണ്, അവർ ദയറായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ കശീശ എന്ന ആ ഗ്രൂപ്പിൽ പെടുന്നതാണ് കോർപ്പിസ് കോപ്പ, റംബാൻ. ഇപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ റംബാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം അറിയാം. റംബാൻ സ്ഥാനം അത് പറഞ്ഞു. കോർപ്പിസ്കോപ്പ, ഗ്രാമത്തിൻ്റെ എപ്പിസ്കോപ്പ എന്നറിയപ്പെടുന്നവരായിരുന്നു അവരൊക്കെ അല്ലേ. ഇപ്പോൾ പക്ഷേ എപ്പിസ്കോപ്പമാരുടെ എണ്ണം കൂടി, കശീശന്മാരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും കോർപ്പിസ്കോപ്പ എന്നത് ഇപ്പോഴും ചുരുക്കം ചിലർക്ക് ഇല്ലേ ആദരസൂചകമായിട്ട് ആ സ്ഥാനം നൽകുന്നുണ്ട്. ഇല്ലയെന്ന് പറയാൻ ഇല്ലാതായിട്ടില്ല കേട്ടോ. പിന്നെ അച്ഛനാവാതിന് ഷെമ്മാശനായിരിക്കുമ്പോൾ തന്നെ റംബാനാകുന്ന ഒരു ഇതുണ്ട്. അപ്പം നമ്മുടെ പഴയ ആരായിരുന്നു
പരിശുദ്ധ ഔഗീൻ ബാബ ഷെമ്മാശനായിരിക്കുമ്പോൾ തന്നെ റംബാൻ സ്ഥാനം നേടിയ ആളായിരുന്നു. അങ്ങനെ ഷെമ്മാശനാകുന്നവർക്ക് ഒരു പേര് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ വരുമ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. ഷർവായു റംബാൻ എന്നാണ് അവരെ വിളിക്കുന്നത്. അവർ തയ്യാറായ സന്യസ്തർ അല്ലെങ്കിൽ സന്യാസം, നമ്മൾ ആദ്യമേ പിതാക്കന്മാരെ പഠിച്ചു, അവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹവും അതായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ റംബാൻ സ്ഥാനം. അപ്പം അങ്ങനെ 3 ഗണങ്ങളായി. പിന്നെ ഷെമ്മാശന്മാർ, മൂന്നാമത്തെ ആൾക്കാരെന്ന് പറയുന്നതാണ് ഷെമ്മാശന്മാർ. ശുശ്രൂഷകരായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവരിലും 3 ഗണങ്ങളുണ്ട്. വായിക്കുന്നവർ, പാട്ട് പാടുന്നവർ, അങ്ങനെ ശുശ്രൂഷിക്കുന്നവർ എന്ന അർത്ഥമുള്ള സുറിയാനി പദത്തിൽ നിന്നാണ് ഷെമ്മാശൻ എന്ന വാക്ക് വന്നത് കേട്ടോ. ഡീക്കൻ എന്ന ഇംഗ്ലീഷിൽ ഡീക്കൻ എന്ന് പറയും. സ്തേഫാനോസ് ഷെമ്മാശൻ, ഷെമ്മാശന്മാരിൽ പ്രധാനി ആര് അറിയാം. പിന്നെ ആരാധനയിൽ കാർമ്മികനും ജനത്തിനും ഇടയിലുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യാനാണ് ഇവരുടെ മെയിൻ ഉത്തരവാദിത്തം കേട്ടോ. കുർബാന കൊടുക്കുന്നു എന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ. പിന്നെ ഉപശമാശന്മാർ 3 പേരുണ്ട്. അപ്പം 9 ഗണമായിട്ട് താരതമ്യം, എല്ലാ ഗണത്തിലും 3 ആൾക്കാരാകുമ്പോൾ അത് 9 ഗണമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ശുശ്രൂഷ, പട്ടം കൂടെ ശുശ്രൂഷ കണ്ടിട്ടുണ്ടെങ്കിൽ ആ കൂദാശയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നാണ് കേട്ടോ. ഇപ്പം ഒരു ആൾക്കാരെങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി. ഇനി ആ കൂദാശ, ഇവരുടെ എല്ലാം കൂദാശ അതിൻ്റെ ചെറിയ പതിപ്പാണ്. ഒന്നിച്ചൊരു കൂദാശയെ പറ്റി നമ്മൾ പറയും. അതാത് അർത്ഥമുള്ളവർക്ക് അതാത് രീതിയിൽ കൈവപ്പ് കൊടുക്കുന്നതാണ് കേട്ടോ. പട്ടാഭിഷേക ശുശ്രൂഷയുടെ ക്രമമാണ് ഇത്. കുർബാനയുടെ മധ്യേ നടത്തുന്ന ഒരു ശുശ്രൂഷയാണ്. കുർബാന മധ്യയാണ് ഇതിൻ്റെ ശുശ്രൂഷ നടത്തുന്നത്. അപ്പോൾ ഒരു പുസ്തകത്തിൽ തന്നെ ഒരു 5-8 കാര്യങ്ങൾ പറയുന്നുണ്ട്, അതിൻ്റെ സ്റ്റെപ്പുകൾ. പ്രാർത്ഥന, വേദപുസ്തക വായന, അതായത് സ്ലീഹന്മാരുടെ വായനകൾ, അങ്ങനെയുള്ളതൊക്കെ കഴിഞ്ഞിട്ട് അടുത്തതാണ് 3-ാമത്തേത് പറയുന്നുണ്ടല്ലോ, സഭയുടെ വിശ്വാസം. ഇവർ താഴെ മുട്ടുകുത്തി ഇങ്ങനെ നിൽക്കും ഇല്ലേ, വെളിയിൽ. അവിടെ മുട്ടുകുത്തി നിന്നിട്ട് സഭയുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുക എന്നുള്ള, അതിനൊരു വാക്കുണ്ട് അമാലോകിയ. ആ വിശ്വാസം ഏറ്റുപറഞ്ഞ് അംഗീകരിച്ചതിന് ശേഷം, സമ്മതമാണോ എന്നൊക്കെ ചോദിക്കത്തില്ലേ, എന്നെ അംഗീകരിച്ചതിന് ശേഷം അങ്ങനെ ഒരു ശുശ്രൂഷ. അത് കഴിഞ്ഞ് കൈവപ്പ്, പരിശുദ്ധാത്മാ വിളിക്ക് വേണ്ടി കൈവെപ്പ് കൊടുക്കുന്നു. പിന്നെ പട്ടത്ത് പ്രഖ്യാപനം, അംശവസ്ത്രങ്ങളിലൊക്കെ കൊടുക്കുന്നു. പിന്നെ സ്ഥാനത്തിനടുത്ത, അതായത് 3 തരമുണ്ടല്ലോ, സ്ഥാനത്തിനടുത്ത അധികാരങ്ങളൊക്കെ ഭരമേൽപ്പിക്കുന്ന ശുശ്രൂഷ. അവസാനം സമാധാന ചുംബനം. ചുരുക്കം പറഞ്ഞാൽ ഈ 8 കാര്യങ്ങളാണ് ഈ പട്ടംകൊട ശുശ്രൂഷയിൽ നടത്തപ്പെടുന്നത്. ശുശ്രൂഷകൾ ഇപ്പോൾ 8 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇനി ആ ശുശ്രൂഷകൾ ഇച്ചിരൂടെ വിശദമായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് നോക്കാം കേട്ടോ. അമാലോകിയ എന്ന് പറഞ്ഞാൽ ആ ക്രമം ഏർപ്പെടുത്തിയത് യാക്കോബ് സ്ലീഹാണ് കേട്ടോ. വിശ്വാസ പ്രഖ്യാപനമാണിത്. 3 ഇപ്പോൾ നമ്മൾ ഈ 3 സുനോദോസിലും പറഞ്ഞേക്കുന്ന വിശ്വാസങ്ങളെല്ലാം തയ്യാറാണ്, വായിച്ച് കേൾപ്പിക്കും. അതിന് സമ്മതമാണെന്ന് പറഞ്ഞ് സമ്മതപത്രം കൊടുക്കും. അത് ഇതിനകത്ത് പറയുന്നുണ്ട്, ഒപ്പിടും. വിരലടയാളത്തിൽ കുരിശടയാളത്തിൽ കുത്തിട്ട് യോജിപ്പിച്ച് ഒപ്പൊക്കെ കൊടുത്തിട്ടാണ് സമ്മതപത്രം മേടിക്കുന്നു. അത് കഴിഞ്ഞാണ് മുടി കണ്ടിക്കാൻ കൊടുക്കുന്നത്. മുടി കത്തിരിക്കാൻ കുരിശാകൃതിയിൽ കണ്ടിട്ടുണ്ടോ? കുരിശാകൃതിയിൽ എല്ലായിടത്തും മുടി കട്ട് ചെയ്ത് ഒരു കവറിലൊക്കെ ഇട്ട് വയ്ക്കും. എന്തായാലും ഈ നിർജീവമായ രോമം മാറ്റുന്നത് എന്തിനാണെന്ന് അറിയാം, മൃഗീയ വികാരങ്ങളുടെ ഉന്മൂലനാശനത്തിനാണ്. സ്വാമി അയാളുടെ തലമുണ്ഡനം ചെയ്യുന്ന അതിൻ്റെ ഒരു ചെറിയ ഇതാണ്. അത് നമ്മൾ കുരിശാകൃതിയിൽ മുടി വെട്ടി മാറ്റുന്നു. പിന്നെ ശുദ്ധ സ്ഥലത്തേക്ക് അവരെ കയറ്റുന്നു, മുകളിലേക്ക് അവരെ കയറ്റുന്നു. അതിനുശേഷം പ്രാരംഭ ശുശ്രൂഷകളൊക്കെ തുടർന്ന് ത്രോണോസിന് മുമ്പിൽ മുട്ടുകുത്തി നിർത്തും. അവിടെ മുട്ടുകുത്തി നിർത്തി പിന്നെയും കുറച്ച് പ്രാർത്ഥനകളാണ്. പിന്നെ നമുക്ക് എവൻഗേലിയൻ വായിക്കാൻ വരും. അപ്പം കണ്ട് സുവിശേഷം വായിക്കാനായിട്ട് വരുന്നുടനെ കണ്ടിട്ടുണ്ട്, ഇവർ എണീറ്റ് നിന്ന് കുനിഞ്ഞ് നിന്ന് ഇവരുടെ തലയിലാണ് എവൻഗേലിയൻ വെച്ച് വായിക്കുന്നത്. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ചടങ്ങാണ്. സുവിശേഷ വായന നടത്തുന്നു. അപ്പോൾ സുവിശേഷ വഹിക്കുവാനുള്ള വിളിയും അതിനോടുള്ള പ്രതികരണവുമായിട്ടാണ് ആ ഒരു പ്രതീകം, അങ്ങനെയാണ് നമ്മളത് കാണിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? കൈവെപ്പ് കൊടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധാത്മാവ് വിളി നടത്തുവാണ്. കൈവെപ്പ് കൊടുത്തിട്ട് അതിനൊരു രഹസ്യതാണ്. ഇങ്ങനെ കാപ്പായുടെ അകത്തൊക്കെ വെച്ച് ഇങ്ങനെ പ്രാർത്ഥന ചൊല്ലി അങ്ങനെ രഹസ്യാത്മക ശുശ്രൂഷയാണത്. പിന്നെ പ്രഖ്യാപിക്കും. പിന്നെ മുദ്രയിടും, നെറ്റിയിൽ മുദ്രയിട്ട് വിളിക്കുന്നു. പിന്നെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് സ്ഥാനവസ്ത്രം കൊടുക്കുന്നു. തിരുമേനിമാരൊക്കെയാണ് അതിൻ്റെ പറ്റിയ വസ്ത്രങ്ങൾ ഇടുന്നു. അംശവടി കൊടുക്കും. അവരുടെ അധികാരത്തിൻ്റെ ഒരു ഇതായിട്ട് അംശവടി കൊടുക്കും. അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യും? ധൂപക്കുറ്റിയിൽ തനിയെ കുന്തിരിക്ക ഇടാനുള്ള റൈറ്റ്, അതിനൊരു റൈറ്റാണ്, അധികാരം കൊടുത്തിട്ട് അത് കൊടുക്കും. ഒരു ഷെമാശനാണെങ്കിലോ കുന്തിരിക്കയൊക്കെ അച്ഛൻ ഇട്ട് കൊടുത്തിട്ട് ധൂപക്കുറ്റി കൊടുക്കും. അതങ്ങനെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. അപ്പം അങ്ങനെ അതാത് ആൾക്കാർക്ക് പറ്റിയ അധികാര പരിധി, സ്ഥാനത്തിനടുത്ത അധികാരം ഭരമേൽപ്പിക്കും അവരെ. അത് കഴിഞ്ഞ്
സമാധാന ചുംബനത്തോടുകൂടി ഉപസംഹാരമാണ്. സമാധാന ചുംബനം നൽകുന്നതോടുകൂടി സഭയുടെ അംഗീകാരം ലഭിച്ചു. അവർ ആ പദവിയിലേക്ക് പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ കൈവെപ്പിനാൽ, അപ്പോസ്തോലിക ശ്ലൈഹിക പിൻഗാമിത്വമുള്ള കൈവെപ്പിനാൽ അവർ ആ സ്ഥാനത്തിന് അർഹരായിത്തീർന്നു. ദൈവജനത്തിനു വേണ്ടി മധ്യസ്ഥതയും ദൈവിക സഭയിലെ ഉണർവുള്ള കാര്യസ്ഥനുമായിട്ട് ദൈവിക മർമ്മങ്ങളുടെ പരികർമ്മിയുമായി ആണ് ഈ പുരോഹിതന്മാർ. വളരെ ഗൗരവമുള്ള ശുശ്രൂഷയിലേക്കാണ് അവരെ വിളിച്ച് അടുപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ദൈവജനത്തിന്റെ പ്രാർത്ഥനാപൂർവമായ പങ്കാളിത്തം എല്ലാ കൂദാശകളിലും എന്ന പോലെ ഈ പട്ടംകൊടയിലും പ്രധാനമാണ്. പട്ടംകൊട എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് ആ പട്ടംകൊട ശുശ്രൂഷയിൽ, ആ കൂദാശയിൽ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ. അപ്പോൾ ഒരുവിധം മനസ്സിലായി കാണുന്നത് എത്ര തരം ആൾക്കാരുണ്ട്, എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ്. ഒരു 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ കൂദാശയിൽ ഉൾപ്പെടുന്ന 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ ഇച്ചിരി വിശദീകരിച്ച് പറയും. മാലോഗ്യ, മുടി കണ്ടിക്കുന്നത്, അതൊക്കെ പ്രത്യേകത. പിന്നെ ശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നു, കൈവെപ്പ് എടുക്കുന്നു, പിന്നെന്താണ് പ്രഖ്യാപിക്കുന്നു, മുദ്രയിടുന്നു, വംശവസ്ത്രം കൊടുക്കുന്നു, സമാധാന ചുംബനം കൊടുക്കുന്നു. അതോടുകൂടി ഈ ശുശ്രൂഷയും ഇവിടെ അവസാനിക്കും. അപ്പോൾ അതിനകത്ത് നിന്ന് പുറമേ തോന്നുന്ന ഒരു 4 ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെഷൻ ഇവിടെ നമുക്ക് തീർക്കാം. പട്ടത്ത് ഗണം എത്രയുണ്ട്, ഗണങ്ങൾ എത്രയുണ്ട്, പിന്നെ മാലാഹന്മാരുടെ ഗണങ്ങൾ എത്രയുണ്ട്, കമ്പാരിസൺ പോലെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 3 തള്ളപ്പെട്ട മാലാഹന്മാർ ആരാണ്, ഏത് ഗണത്തിൽപ്പെട്ടവരാണ്. മേൽപ്പട്ടക്കാർക്ക് മാത്രം ചെയ്യുന്ന ഉദാശകൾ ഏവ, മേൽപ്പട്ടക്കാർക്ക് മാത്രം ചെയ്യാവുന്ന ഉദാശകൾ ഏവ. ഇത് 4 എണ്ണമാണ് ഇതിനനുബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങളായിട്ട് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. കൊച്ചു ക്ലാസ്സിൽ, അതായത് 8, 9, 10 അവരുടെയൊക്കെ ക്ലാസ്സുകളിലൂടെ കേട്ട് കഴിഞ്ഞാണല്ലോ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അല്ലെ അതേപോലെ എത്ര ഗണങ്ങൾ, മാലാഹന്മാർ പണ്ട് പഠിച്ചതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വരും. അപ്പോൾ ഇങ്ങനെ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. നിങ്ങൾക്ക് എല്ലാ ബുക്കും വായിച്ചില്ലെങ്കിലും ആ ക്ലാസ്സുകളിലൂടെ നിങ്ങൾ കേൾക്കണം. അപ്പോൾ വിശദമായിട്ട് നിങ്ങളതെല്ലാം പഠിച്ച് എടുക്കലാവും. ഓക്കെ.